പിന്നെ നമ്മളിവിടെ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയുടെ സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളിത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ലൈനിങ് നമ്മൾ 2 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലേ, അപ്പൊ അതിനോട് ജോയിന്റ് ചെയ്തിട്ട് ആദ്യം ആ 2 ഇഞ്ച് നമ്മളിവിടെ വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് താഴെ വരെ നമ്മള് ആ 2 ഇഞ്ചിൽ ഈ ലൈനിങ് പീസിനെ ഇവിടെ ആദ്യം അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അടിക്കാനും ഇവിടെ അധികം തിക്നെസ് വരാതിരിക്കാനാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടില് എന്താ പറയണത്, ലൈനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എക്സ്ട്രാ 2 ഇഞ്ച് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് 2 ഇഞ്ച് ഫ്രണ്ട് പാർട്ടില് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ഇഞ്ച് നമ്മള് മെയിൻ ക്ലോത്തിന്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് അതേ മെഷർമെന്റിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പാർട്ടിത്തെ ലൈനിങ്ങും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഫ്രണ്ട് പാർട്ടില് 2 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കും വേണം കേട്ടോ. ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മള് ചീത്ത വശത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല വശത്ത് നമ്മൾ ഇങ്ങനെ 1 ഇഞ്ച് ആദ്യം 1/4 ഇഞ്ച് മടക്കും. അതിനുശേഷം ഈ 1 ഇഞ്ച് മടക്കിയിട്ട് നേരെ നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിന്റെ മേലക്കാണ് ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 2 ഇഞ്ച് ഇവിടെ കറക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മള് 2 ഇഞ്ച് ഇതേപോലെ കറക്റ്റ് 2 ഇഞ്ച് താഴെ വരെ നമ്മൾ ഇട്ടിട്ട് അപ്പൊ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ ഇതേപോലെ നമ്മള് കറക്റ്റ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 2 ഇഞ്ച് ഡിസ്റ്റൻസില് ഇത് നമ്മൾ ലൈനിങ് മെയിൻ ക്ലോത്ത് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ മെയിൻ ക്ലോത്തിൽ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട പോലെ നമ്മുടെ ലൈനിങ് ക്ലോത്തും 2 ഇഞ്ച് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഞാനിവിടെ അത് എന്താ പറയാ, ലൈനിങ് ക്ലോത്ത് വരുമ്പോ ആ ഭാഗം തിക്നെസ് കൂടാതിരിക്കാനാണ് ഞാനിവിടെ 2 ഇഞ്ച് ഇതിലിട്ട് കൊടുക്കാഞ്ഞത്. നിർത്തിക്കോ. അപ്പൊ ഇതേപോലെ ഞാൻ ചീത്ത വശത്ത് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇതേപോലെ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യണത്, ഇനി ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഇവിടുന്ന് ആദ്യം നമ്മളൊരു 1/4 ഇഞ്ച് മടക്കി, അതിനുശേഷം നമ്മളിതാ ഈ 1 ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കുക. കണ്ടോ, ഈ 1/4 ഇഞ്ച് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ എവിടെയാണോ ഇപ്പൊ സ്റ്റിച്ച് ചെയ്തില്ലേ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഇപ്പൊ നിങ്ങൾ കോട്ടന്റെ ക്ലോത്തിലൊക്കെ ചെയ്യണ വെച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 1/4 ഇഞ്ചൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ടൈം എടുക്കും. നീറ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു അടയാളത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ചൊരു ഇതായിട്ട് തോന്നും, പക്ഷെ നല്ല ഈസിയാണ്, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. ഇതേപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അധികം സ്റ്റിച്ചസ് വരാതിരിക്കാനാണ്
നമ്മൾ കറക്റ്റ് ആ പോയിന്റിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണത്. കാലിഞ്ച് മടക്കിയാൽ മതി കേട്ടോ, അപ്പോഴാണ് ആ കറക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുക. അതിലും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാക്കറ്റിന്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. കണ്ട അതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മൾ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും ഫിനിഷ് ചെയ്തിട്ടെടുക്കാം. അടുത്ത ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒന്ന് വേണ്ടത് കഴിയട്ടെ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ. രണ്ട് പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തത് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാക്കറ്റിന്റെ 1 ഇഞ്ച് കഴിച്ചിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഞാനിവിടെ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ നെക്കിന്റെ ലെങ്ത് 5.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിന് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിലേക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണോ നെക്ക് ഷേപ്പ് ചെയ്യണത് അതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ 5.5 ഇഞ്ചിൽ തന്നെയാണ് നെക്കിനെ കട്ട് ചെയ്തിട്ട് എടുക്കണത് കേട്ടോ. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കണത്. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിത് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കും. ഇതിൽ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വേണമെങ്കിലും കൊടുക്കാം, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ച് മറിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഇതേപോലെ തന്നെ പിന്നു കുത്തിയിട്ട് വെക്കുക അവിടെ. ഇനി ഇതേപോലെ നമുക്ക് ബാക്ക് പീസിന്റെ ലൈനിങ്ങും കൂടിയിട്ട് നമ്മൾ എന്താക്കിയിട്ട് എടുക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഈ ഒരു പീസ് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. നമ്മളിവിടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് നമ്മൾ സാധാരണ എങ്ങനെയാണോ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പീസിൽ നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ബാക്കത്തെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ക്രോസ് പീസ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യണ കാര്യമാണ് ഇപ്പൊ പറയണത് കേട്ടോ. ഇപ്പൊ ഇവിടെ ബാക്ക് നെക്കിന്റെ ലെങ്ത് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് നെക്കിന്റെ ലെങ്ത് 3 ഇഞ്ച്. നെക്കിന്റെ വിഡ്ത്ത് നമ്മൾ എത്ര കൊടുത്തത്, 3.5 ഇഞ്ചാണ് കൊടുത്തത്. സെയിം 3.5 ഇഞ്ച് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ്ങില് നെക്ക് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അതേപോലെ നമ്മൾ ലൈനിങ് പീസില്
ലൈനിങ് പീസിൽ നമ്മൾ ഇതേപോലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി എങ്ങനെയാണ് മെയിൻ ക്ലോത്ത് ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ട് അടിച്ച് മറിച്ച് കൊടുക്കണം നോക്കാം. നമ്മൾ ഇതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിന് നെക്ക് കട്ട് ചെയ്ത ഭാഗം ലൈനിങ് ക്ലോത്തിന്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ നെക്കിന്റെ ഷേപ്പില് നെക്ക് കട്ട് ചെയ്ത ഷേപ്പിൽ നമ്മൾ എന്താണ് 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതേപോലെ കറക്റ്റ് നമ്മൾ ലെവൽ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതേപോലെ ഒരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ ഈ ലൈനിങ് ക്ലോത്തിൽ നമ്മൾ 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇതേപോലെ ചുറ്റുഭാഗം ഇട്ട് കൊടുക്കുക. ചുറ്റുഭാഗം ഇതേപോലെ 1/4 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ നമ്മൾ ഏതൊരു ക്ലോത്തിലും ലൈനിങ് വെച്ചിട്ട് ബാക്ക് പീസ് അടിച്ച് മറിക്കുമ്പോൾ ക്ലോത്തിന്റെ നല്ല വശത്ത് ലൈനിങ് പീസിന്റെ ചീത്ത വശത്താണ് നമ്മളിത് വരക്കണത്. അപ്പൊ ലൈനിങ് പീസിന്റെ നല്ല വശവും മെയിൻ ക്ലോത്തിന്റെ നല്ല വശവും ഫേസ് ടു ഫേസ് ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഒരു പിന്നൊക്കെ കുത്തി കൊടുക്കാൻ പറയും. നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ കറക്റ്റ് ഒരു പിന്നൊക്കെ കുത്തിയിട്ട് ക്ലോത്ത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കാനാണ് കേട്ടോ പറഞ്ഞത്. ഇനി നമ്മളിതാ ഈ 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മളിത് മുഴുവനും താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പിന്നൊന്ന് അഴിച്ച് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതെങ്ങനെ കട്ട് ചെയ്യണത്, ഇവിടെ നമ്മുടെ നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇവിടെ 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇനി ആ 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് ക്ലോത്ത് നമ്മൾ ലൈനിങ് ക്ലോത്തിൽ ഇട്ട അതേ ഗ്യാപ്പിലൂടെ നമ്മൾ മെയിൻ ക്ലോത്ത് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി 1/4 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. ആ 1/4 ഇഞ്ചിന് നമ്മൾ ഇതേപോലെ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ലൈനിങ് ക്ലോത്തിനെ ഇതേപോലെ മറിച്ചെടുക്കുക. ഉണ്ടോ, ഇതുപോലെ മറിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെ ബാക്ക് നെക്ക് നല്ല നീറ്റായിട്ട് ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ. ഇനി നമ്മളിപ്പോ പതിച്ചടിക്കില്ലേ, നമുക്ക് ഷോൾഡർ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട് എങ്ങനെയാണ് ഷോൾഡർ കാണാതെ നമ്മുടെ തയ്യൽ തുമ്പ് കാണാതെ ജോയിൻ ചെയ്യണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ. അപ്പൊ അതിനാണ് ഞാനിവിടെ ബാക്ക് പീസ് പതിച്ചടിക്കണില്ല. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ക്രോസ് പീസിന് നമ്മളിവിടെ മേലൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി 1/4 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇതുപോലെ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുള്ള കാരണമാണ് കേട്ടോ. നമ്മൾ 1/4 ഇഞ്ചിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളിതൊരു 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് ഇവിടെ അവസാനിപ്പിക്കുക. അതിന് ശേഷം ഇതിനെ നേരെ തിരിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളിതിനെ മടക്കിയിട്ട് ഇതിനെ താഴത്തേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ഇതേപോലെ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് ഇനി അടിച്ച് മറിച്ചു കൊടുക്കണം. അപ്പൊ ആദ്യം ഒരു ഫോൾഡ് ചെയ്തു നമ്മൾ ഈ തയ്യൽ തുമ്പിന്റെ മേലേക്ക്. അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്തു.
നമ്മൾ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അധികമുള്ള നൂലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും. അപ്പൊ ഒരു സൈഡ് നമ്മൾ നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ അടുത്തൊരു ക്രോസ് പീസ് ഇതേപോലെ എടുത്തിട്ട് ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് തന്നെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നീറ്റായിട്ട് നമ്മൾ നമുക്ക് ഈ പ്ലാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. നമ്മൾ ഓപ്പൺ ആയിട്ടല്ലല്ലോ ഇടുന്നത്, ക്ലോസ് ചെയ്തിട്ടല്ലേ. അപ്പൊ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണേക്കാളും മുന്നേ നമുക്ക് ഈ പ്ലാക്കറ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത നെക്കിന്റെ പോർഷനും ഇതും കൂടിയിട്ട് ഇതേപോലെ നമ്മൾ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് വെച്ചു കൊടുക്കുക. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. ചെറിയൊരു ഓപ്പണിംഗ് ആയിട്ട് ഇതേപോലെ 1 ഇഞ്ച് ഇട്ടാൽ മതി. നമ്മൾ നെക്ക് 5.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓവറായിട്ട് ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാല് നമുക്കത് ഫ്രണ്ടില് നല്ല ബോറായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നെക്ക് ലെങ്ത് കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് വരെ ഓപ്പണിംഗ് ഇതുപോലെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ഇഞ്ച് ഗ്യാപ്പേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാനിവിടെ ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചില് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഏത് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക? നമ്മളിതാ ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല. അപ്പൊ ഈ ഭാഗം ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് ആ 1 ഇഞ്ച് ഗ്യാപ്പ് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ കറക്റ്റ് ഒന്നിന്റെ മേലെ ഒന്ന് വെക്കുക. അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് ഇതേപോലെ തൊടുമ്പോ ആ ഒരു ഇത് നമ്മുടെ മറ്റേ ക്ലോത്ത് ഉണ്ടല്ലോ, താഴെയുള്ള ക്ലോത്തിന്റെ മേലെ നമ്മൾ ടച്ച് ചെയ്യണമായിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ അതേപോലെ 2 ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. കണ്ട, ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ 1 ഇഞ്ച് ഇട്ടിട്ടുള്ളൂ. കറക്റ്റ് ഇതേപോലെ ഒപ്പം വെച്ചിട്ട് അപ്പൊ നമ്മൾ താഴെ എത്തുന്നവരെ നമ്മൾ എന്താണ് പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പിന്നൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോ ഒന്ന് അഴിച്ചെടുത്തിട്ട് ക്ലോത്ത് ഒന്ന് തട്ടിയിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഒപ്പം വരുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓപ്പണിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വരെയും ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഒരു 7 ഇഞ്ചോ 5 ഇഞ്ചിലൊക്കെ ഇതേപോലെ ക്ലോസിങ് ഓപ്പണിങ് ആക്കിയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡറും കൂടിയിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ ഇതേപോലെ നമ്മൾ നല്ല വശങ്ങൾ എടുക്കുക. നമ്മുടെ 2 ക്ലോത്തിന്റെ ബാക്ക് പാർട്ടിന്റെയും ഫ്രണ്ട് പാർട്ടിന്റെയും നല്ല വശങ്ങൾ ഇതേപോലെ ഒരുമിച്ച് വെക്കുക. കണ്ടോ, കാണാല്ലേ? ഇപ്പൊ ഞാനിതാ ഇവിടെ ബാക്ക് പാർട്ടിന്റെ നല്ല വശമാണ് ഇട്ടത്, നല്ല വശം. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശം. ഇതേപോലെ 2 നല്ല വശം കൂടിയിട്ട് ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാനിവിടെ 2 ക്ലോത്തിന്റെ നല്ല വശമാണ് ഇതുപോലെ ഫേസ് ടു ഫേസ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യണത്, ഇതിന്റെ ലൈനിങ് ക്ലോത്തിനെ നമ്മൾ ഈ മേലത്തെ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ മേലേക്ക് ഇതേപോലെ നമ്മൾ മറിച്ചു കൊടുക്കുക. കണ്ടോ എന്താ ചെയ്തത് എന്നുള്ളത്? അപ്പോ ഇതേപോലെ നമ്മൾ 2 ക്ലോത്തും നല്ല വശം ഒരുമിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ബാക്ക് പാർട്ടിന്റെ ലൈനിങ് ക്ലോത്തിനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ ക്ലോത്തിന്റെ മേലക്കായിട്ട് ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തു. കണ്ട, ഇതേപോലെ നമ്മൾ മറിച്ചെടുത്തു. ഇനി നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതേപോലെ വെച്ചിട്ട് നമ്മള് 1/2 ഇഞ്ചിലാണ് നമ്മള് സ്റ്റിച്ച് ചെയ്തെടുക്കണത് കേട്ടോ.
അതേപോലെ നമ്മൾ ഒരു വശം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത വിധം നമ്മൾ സ്റ്റിച്ച് ചെയ്യണ മെത്തേഡാണ് കേട്ടോ ഇപ്പൊ കാണിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡത്തെ ഫ്രണ്ട് പാർട്ടും നമ്മുടെ ഈ വശത്തെ നല്ല വശം കൂടിയിട്ട് ഇതേപോലെ നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ലൈനിങ് ക്ലോത്തിനെ ബാക്ക് പാർട്ടിൽ ലൈനിങ് ക്ലോത്തിനെ പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് മറിച്ചിടുക. ഉണ്ടോ, ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒരുമിച്ച് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അതൊരു 1/4 ഇഞ്ച് ആക്കി കൊടുക്കാം. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് മറിച്ചെടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അതൊരു 1/4 ഇഞ്ച് ആക്കി കൊടുക്കാം. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് മറിച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ രണ്ട് വശം ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇതേപോലെ നമുക്കിവിടെ സ്റ്റിച്ചിങ് തയ്യൽ തുമ്പ് ഒന്നും കാണാനില്ല അല്ലെ, നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ചെയ്ത മെത്തേഡിൽ നമ്മൾ ക്ലോത്തിനെ രണ്ടും നല്ല വശം ഫേസ് ടു ഫേസ് വെച്ചിട്ട് ബാക്കത്തെ ലൈനിങ് പീസിനെ ഫ്രണ്ടിലേക്ക് നമ്മൾ മറിച്ചു കൊടുത്തത്. അപ്പൊ നമുക്ക് ഇതേപോലെ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. കണ്ടോ ഇതേപോലെ നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ബാക്ക് നെക്കിനൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പതിച്ചടിച്ചിട്ടില്ല അല്ലെ, അപ്പൊ ഇനി ഈ സമയത്ത് നമുക്കിതൊന്ന് ഒരു പതിച്ചടി കൊടുക്കാം. അപ്പൊ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഇതൊന്ന് പതിച്ചടിക്കാം. അതായത് ലൈനിങ്ങും ഇതും നല്ലപോലെ നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മേലക്കോട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ, ഫിനിഷിങ് ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ പതിച്ചടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിച്ചടിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ ബോഡി പാർട്ടിന്റെ വർക്ക് ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കുക. ലൈനിങ് ക്ലോത്തും ഇതൊക്കെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ക്ലോത്ത് ചുളിഞ്ഞു പോവും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് 1/2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ താഴത്ത് സ്ലീവിന്റെ ക്ലോത്തും മേലെയാണ് നമ്മുടെ ബോഡി പാർട്ടിന്റെ ക്ലോത്തും ഉള്ളത്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മള് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. അപ്പുറത്തെ സൈഡ് വരെയും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് രണ്ടാമത്തെ സ്ലീവും ഇതേപോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇതേപോലെ സ്ലീവ് ഒപ്പം വെച്ചിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടത് ആ ഒരു തയ്യൽ തുമ്പിൽ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വേസ്റ്റിന്റെ ഭാഗം
വേസ്റ്റിന്റെ ഭാഗം വരെ നമ്മൾ 2 ക്ലോത്തും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും. അത് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, ലൈനിങ് വേറെയും മെയിൻ ക്ലോത്ത് വേറെ ഇട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയാ 2 ക്ലോത്തും കൂടിയിട്ട് ഇങ്ങനെ ഒതുങ്ങി ചുരുങ്ങി നിൽക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ആദ്യം മെയിൻ ക്ലോത്തും 2ഉം കൂടിയിട്ട് ലൈനിങ്ങും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ വേസ്റ്റിന്റെ ലെങ്ത് എത്രയാണോ മാർക്ക് ചെയ്തത് അത് വരെ കൊടുന്നിട്ട് നമ്മൾ 2 ക്ലോത്തും ഇതേപോലെ നമ്മൾ ഒരുമിച്ച് ഇവിടം മുതൽ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്ന് ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇത് മാത്രം സെപ്പറേറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പൊ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ എത്രയാണോ നമ്മുടെ സ്ലീവിന്റെ റൗണ്ട് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു മെഷർമെന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ കറക്റ്റ് തയ്യൽ തുമ്പ് എത്രയാണ്, 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്ര ഇട്ടുകണ വെച്ചാല് ആ ഒരു തയ്യൽ തുമ്പ് അവിടെ നിർത്തിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിവിടെ എനിക്ക് സ്ലീവ് ഇവിടെ 5 ഇഞ്ച് മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ 5.5 ഇഞ്ച് 6 ഇഞ്ചിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ആദ്യം 5.5 ഇഞ്ചിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴെ വരെ. താഴെന്ന് മേലേക്ക് നമ്മുടെ ആം ഹോൾ എത്രയാണോ ആ ഒരു വിഡ്ത്ത് കണക്കാക്കിയിട്ട് അവിടെ നിങ്ങൾ തയ്യൽ തുമ്പ് എത്രയാണ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇട്ടിട്ടുള്ളത് വെച്ചാല് ആ ഒരു തയ്യൽ തുമ്പ് വരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ കറക്റ്റ് പിന്നൊക്കെ കുത്തിയിട്ട് എത്രയാണോ അവിടുത്തെ ലെങ്ത്തും വിഡ്ത്തും എന്നൊക്കെ ഉള്ളത് കറക്റ്റ് മാർക്ക് ചെയ്യുക. കറക്റ്റ് മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ മാർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ ഈ താഴത്തെ വിഡ്ത്ത് അവിടുന്ന് നേരെ ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ചാണ് നിങ്ങൾ സീം അലവൻസ് ഇട്ടിട്ടുള്ളത് വെച്ചാൽ ആ 1.5 ഇഞ്ചിൽ തന്നെ നിങ്ങൾ താഴെ വരെയും സ്റ്റിച്ച് ചെയ്തിട്ട് പോണം. ഇവിടുത്തെ ആം ഹോള് വരുന്നത് 8 ഇഞ്ചാണ്. ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ക്ലോത്ത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒപ്പം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അതേപോലെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആം ഹോളിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നിർത്തി. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 8.5 ഇഞ്ച് 8.25 ഇഞ്ചിലാണ് ഷേപ്പ്. അപ്പൊ ഇത് ഇതേപോലെ മാർക്ക് ചെയ്തു. ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ കൊടുന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തുക. അപ്പൊ വേസ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം, ബോഡി പാർട്ടും നമ്മുടെ ലൈനിങ് ക്ലോത്തും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഒരു ലോക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ നമ്മുടെ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരിക. 1 ഇഞ്ചോളം നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ മാത്രമായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചില് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോവുക ഇതേപോലെ. അപ്പൊ നമ്മൾ മെയിൻ ക്ലോത്തിനെ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തുട്ടാ. നമുക്ക് ഇവിടെ നമ്മൾ ലൈനിങ് ക്ലോത്ത് മാത്രമാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് താഴെ വരെ നമ്മൾ ലൈനിങ് ക്ലോത്ത് മാത്രം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിൽ നിന്ന് ഇതേപോലെ ഉണ്ടാവും. ഇതേപോലെ ഉള്ള നമ്മൾ ഇതിലും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മുടെ മെയിൻ ക്ലോത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാൽ മതി കേട്ടോ. അധികം 1 ഇഞ്ചൊന്നും നമ്മൾ ഇടണ്ട. 1/2 ഇഞ്ച് ഗ്യാപ്പില് നമ്മൾ ഫുള്ളായിട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ലോക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒപ്പം വെച്ചിട്ട് നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് വെച്ചാൽ ആ തയ്യൽ തുമ്പിൽ തന്നെ നമ്മൾ താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ആം ഹോളിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ മെഷർമെന്റ് ഒന്ന് നോക്കാം. ഇതേപോലെ നമ്മൾ
വിടർത്തി വെച്ചിട്ട് നിങ്ങൾ ആദ്യം തന്നെ മെഷർമെന്റ് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മെഷർമെന്റ് നോക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ഇതാക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് 14.5 ഇഞ്ച്, അവിടെ നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ, 1.5 ഇഞ്ച്. ഇതിപ്പോൾ ആ 1.5 ഇഞ്ചിന് നമ്മൾ ഇത് ഇവിടുന്ന് താഴെ വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് 1 ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻ ക്ലോത്തിനെ നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് താഴെ വരെയും 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് 15 or 16 എവിടെ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവിടേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14.5 ഇഞ്ച് എടുത്ത കാരണമാണ് ഞാൻ 14.5 ഇഞ്ചിൽ ചെയ്തത് കേട്ടോ. ലൈനിങ്ങിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇതിന്റെ മെയിൻ ക്ലോത്തും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ മെയിൻ ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലൈനിങ്ങിന്റെ താഴ്വശവും നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ താഴ്വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അല്ലെ, അപ്പൊ അതും കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷോ ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടില് ഓപ്പണിങ് കൊടുത്തൊക്കെ നമ്മള് പ്ലാക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതല്ലേ, അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാം, നമ്മളവിടെ ഷോ ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ്ങിന്റെ താഴ്വശം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിന്റെ താഴ്വശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യാം, 2 പ്രാവശ്യം 1/2 ഇഞ്ച് ആയിട്ട് നിങ്ങൾക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ 1/4 ഇഞ്ച് മടക്കിയിട്ട് 1 ഇഞ്ചിലേക്ക് വീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1/2 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി 1/2 ഇഞ്ച് മടക്കി, അങ്ങനെ 2 പ്രാവശ്യം 1/2 ഇഞ്ച് ആക്കിയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ വലിച്ചു പിടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ അത് ഭാഗങ്ങളൊന്നും നമ്മൾ കർവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ എന്ത് പറഞ്ഞത്, വലിച്ചു കൊടുക്കരുത് ഇങ്ങനെ ഉള്ളിൽ. അപ്പൊ അവിടെ കർവ് ചെയ്ത് കട്ട് ചെയ്ത കാരണം നമ്മൾ എന്ത് ചെയ്യരുത്, വലിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാവധാനം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഫോൾഡിങ് 1/2 ഇഞ്ച് തന്നെ ചെയ്ത് കൊടുക്കുക. ബാക്കാണ് ഷോ ബട്ടൺ വാങ്ങിയിട്ടുള്ളത്, അപ്പൊ അതാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓരോ ബട്ടനും 3.5 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഞാൻ എത്ര ഇഞ്ചാ വിട്ടിട്ടുള്ളത്, മേലെന്ന് ഞാനൊരു 3 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഒരു ബട്ടൺ, ഫസ്റ്റ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ 2 ക്ലോത്തും 2 പ്ലാക്കറ്റും ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു പ്ലാക്കറ്റിലേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്തായാലും ഇത് സെന്ററിലാണ് വരേണ്ടത്, അത്രേ ഉള്ളൂ. ഇതേപോലെ വെച്ചിട്ട്
ഇപ്പം നമ്മൾ നെക്ക് ഇതാ ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. താഴെ പ്ലാക്കറ്റിൻ്റെ മേലെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഷോ ബട്ടൺസ് 3.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ഷോ ബട്ടണും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴെ ഇതേപോലെ ഞാനൊരു 10 ഇഞ്ചിൽ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചിലാണ് ഓപ്പണിങ് വേണ്ടത് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഓപ്പണിങ് കൊടുക്കാം കേട്ടോ. സ്ലീവ് ഇതാ 3/4 ഇഞ്ച് സ്ലീവാണ്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കുക. നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യണ മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്.